കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉപകർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകൾ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെയാണ് അവൻ നിത്യതയിലെത്തുവോളം, സ്വർഗീയ ഭവനത്തിലെത്തുവോളം കർത്താവിനെ പിൻചെല്ലേണ്ടത് എന്ന് ഇന്നത്തെ വായന നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കേട്ടാൽ മാത്രം പോരാ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സ്വർഗീയ ഭവനത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് 2 അന്ധയാചകന്മാരിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇവർ 2 പേര് അന്ധരാണ്. ജീവിതത്തിൻ്റെ ശാരീരികമായ അന്ധത നമുക്കറിയാം. ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ വരും, വച്ചാൽ പ്രാർത്ഥിക്കണം, കണ്ണിനൊക്കെ എന്തോ ഒരു കാഴ്ചക്കുറവുണ്ട്, തിമിരമാണ്, ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേരാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിന് ചെറിയ കാഴ്ച മങ്ങലേൽക്കുമ്പോൾ തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അപ്പോൾ അന്ധരായിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം എന്താ, മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു 2 സ്റ്റെപ്പ് മൂവ് ചെയ്യണമെങ്കിൽ തന്നെ ആരുടെയെങ്കിലൊക്കെ സഹായം വേണം. അപ്പം അത്രയും അന്ധതയുടെ പ്രശ്നത്തിൻ്റെ നടുവിലും, ശ്രദ്ധിക്കണേ, ഈ പ്രശ്നത്തിൻ്റെ നടുവിലും അവർ കർത്താവിൻ്റെ പിന്നാലെ പോയി എന്നുള്ളതാണ് അവരുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. നമ്മളും കർത്താവിൻ്റെ പുറകെ പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിലും യാത്ര ചെയ്യും. പ്രതിസന്ധികളുടെ നടുവിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവരാണ്. ഇവർ അങ്ങനെ അന്വേഷിച്ചെന്ന് മാത്രമല്ല, വചനം പറയാണ്, അവർ കർത്താവിൻ്റെ പിന്നാലെ പോയി. ദാവീദിൻ്റെ പുത്ര, കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പിന്നാലെ പോയി. കർത്താവ് ഒന്നും മിണ്ടിയില്ല. എപ്പോഴാണ് കർത്താവ് മിണ്ടുന്നത്? ഭവനത്തിലെത്തിയപ്പോഴാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, സ്വർഗീയ ഭവനത്തിൽ എത്തുന്നത് വരെ നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെയുള്ള ഈ ആത്മീയ യാത്രയിൽ ദൈവം നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും കടന്നു പോകുന്ന ദുരനുഭവങ്ങളുടെ നടുവിലും നിശബ്ദനായിരുന്നാലും കർത്താവിനെ അവൻ്റെ ഭവനത്തിലെത്തുന്നത് വരെ പിഞ്ചെല്ലാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ധൈര്യം വേണമെന്ന് പറയുന്നത്. ഈ അന്ധയാചകന്മാർ കർത്താവിനെ പിഞ്ചെല്ലുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിലാണ് അവർ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചെന്നപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമോ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ്, അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ യാത്രയായിരുന്നു ഈ അന്ധതയുടെ, ഈ ലോക ജീവിതത്തിൻ്റെ വേദനകളുടെ നടുവിലും അവർ നയിച്ചത് വിശ്വാസത്തിൻ്റെ യാത്രയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞ 2-ാമത്തെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ ക്രിസ്തുവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ അന്ധരാണ്, കർത്താവിനെ കാണത്തില്ല. പക്ഷെ ഇവർ നയിച്ചത് വിശ്വാസത്തിൻ്റെ യാത്രയാണ്. അപ്പം പിന്നെ ഇവരെങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ യാത്ര നയിച്ചത്? ഇവർ കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ടാണ്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് യാത്ര ചെയ്തവരാണ്. അപ്പം ഇവിടെ വിശ്വാസ യാത്രയിൽ ഇവർ വിശ്വാസത്തോടുകൂടി യാത്ര ചെയ്തു എന്ന് മാത്രമല്ല, ഇവർ കർത്താവിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. കർത്താവിനെ കണ്ടിട്ടല്ല, പക്ഷേ ഇവർ കേട്ടു,
ദൈവത്തിൻ്റെ സ്വരം കേട്ട്, കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടുണ്ട്, അവൻ്റെ വചനം കേട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം കേട്ട് ആ വചനത്തിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ ഇവർ യാത്ര ചെയ്തത്. നമ്മൾ കർത്താവിൻ്റെ നിശബ്ദതയിൽ കർത്താവ് സംസാരിക്കുന്നതും ഇവിടെ രോഗസൗഖ്യത്തിനായിട്ട് ക്ഷണിക്കുന്നതൊക്കെ ഭവനത്തിലെത്തിയപ്പോഴാണ്. അപ്പോൾ ഭവനത്തിലെത്തുന്നത് വരെ ഇവർ കർത്താവിൻ്റെ പിന്നാലെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇതന്നെയല്ലേ ക്രിസ്തീയ ജീവിതവും. അനുദിന ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇടർച്ചകളിലും വീഴ്ചകളിലും ബലഹീനതകളിലും സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലൊക്കെ കർത്താവിൻ്റെ കരുണ യാചിച്ചുകൊണ്ടാണ് ഒരു ആത്മീയ മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ദൈവമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, കർത്താവേ എൻ്റെ മേൽ നിൻ്റെ കാരുണ്യം വർഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയാണ് ഒരു ആത്മീയ യാത്ര. അതാണ് ഇവർ ചെയ്തത്. ഇനി ഇത്രയും യാത്രയിലുടനീളം ഈശോ ഒന്നും ഇവരോട് മിണ്ടിയില്ല. വിശ്വാസത്തോടെ യാത്ര ചെയ്തു, കർത്താവിൻ്റെ വചനം കേട്ട് യാത്ര ചെയ്തു, കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഇവർ യാത്ര ചെയ്തു. എന്നിട്ടും സ്വഭവനത്തിലെത്തുന്നത് വരെ കർത്താവ് ഒന്നും മിണ്ടിയില്ല, നിശബ്ദമായിരുന്നു. ഇവർ യാചിച്ചത് ഇവരുടെ അന്ധത മാറാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം വേണ്ടിയിട്ടാണ്. ഇവർ കടന്നു പോകുന്ന ഇവരുടെ ജീവിതത്തെ അലട്ടുന്ന അത്ര കണ്ട് അസ്വസ്ഥപ്പെടുന്ന ഒരു പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഇവർ വിളിക്കുന്നത് കരുണയായിരിക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ടും സ്വർഗത്തിൻ്റെ നിശബ്ദതയോട് വിധേയപ്പെടാനും തുടർന്നും കർത്താവിൻ്റെ കരുണയാചിച്ച് വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഭവനത്തിലെത്തുന്നത് വരെ ഇവർ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസത്തിൻ്റെ ധീരത. നമ്മൾ കുറച്ചാൾ പ്രാർത്ഥിച്ച് കുറച്ചാൾ യാത്ര ചെയ്ത് ഉത്തരവൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കും, പള്ളിപ്പോക്ക് അവസാനിക്കും, കർത്താവിൻ്റെ വചനം വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ അവസാനിപ്പിക്കും. നിരീശ്വരത്വത്തിലേക്ക് പോവും, വിശ്വാസം കുറയും, പ്രാർത്ഥന ഇല്ലാതാവും, ദൈവത്തെ പഠിക്കാൻ തുടങ്ങും. ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട്, ഇത്രയും നൊവേന കൂടിയിട്ട്, ഇത്രയും വചനം കേട്ടിട്ട്, ഇത്രയും ധ്യാനം കൂടിയിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വാസത്തിൻ്റെ യാത്ര പാതി വഴിക്ക് അവസാനിപ്പിക്കും. പക്ഷേ ഇവരന്ധരായിരുന്നിട്ട് ജീവിതത്തിൻ്റെ അത്രയും കൈപ്പേറിയൊരു അനുഭവത്തിൻ്റെ നടുവിലും അവൻ്റെ മുഖം ദർശിക്കുവോളം അവർ യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഇനി കർത്താവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴോ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം കിട്ടിയപ്പോഴോ കർത്താവ് പറഞ്ഞത് ആരോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അവരോടിയില്ലേ? എല്ലായിടത്തും കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനത്തിൻ്റെ ഒരു സാക്ഷികളായിട്ടല്ലേ പിന്നീട് അങ്ങോട്ട് അവർ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴികളെ വളരെ മനോഹരമായിട്ട് ഈ അന്ധയാചകന്മാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടായി, ഒരു ദൈവിക സ്പർശനം ഉണ്ടായി. ആ സ്പർശനം എല്ലാവരോടും പ്രഘോഷിക്കുന്ന രീതിയിൽ പബ്ലിക്കലി ആ ദൈവം ഇടപെട്ടതിൻ്റെ സാക്ഷ്യം പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് പിന്നീട് അവർ ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട്, കർത്താവിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടുവോളം യാത്ര ചെയ്യുമ്പോൾ ഈ യാത്രയിൽ നിരന്തരമായി പരിശുദ്ധ കുർബാനയിൽ നാം അവനെ കണ്ടുമുട്ടുകയും ആ സ്നേഹം അനുഭവിക്കുകയും ചെയ്യും. നമ്മൾ എല്ലാ നിമിഷവും ഈ സ്നേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ വക്താക്കളായി ജീവിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഈ ജീവിതത്തിലേക്കാണ് സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നത്. ഈ പരിശുദ്ധ കുർബാനയിലൂടെ ആ കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.